ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ വസ്തുക്കൾ സുന്ദരമായിട്ടിരിക്കുകയാണ്. അപ്പം വെൽക്കം ടു ജീനൂസ് വ്ലോഗ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ പേര് ജീനു എന്നാണ് കേട്ടോ. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. തൊട്ടടുത്ത് മണിബട്ടൺ ഉണ്ട്, അത് തല്ലി പിടിക്കാൻ മറക്കൊന്നും ചെയ്ത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ തന്നെ. അപ്പം എന്താണ് വിശേഷങ്ങൾ? നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ എൻ്റെ ഒരു അറിവിൽ നമ്മൾ ഇൻലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പേരൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, നമ്മൾ മക്കളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഓരോ ടോപ്പിക്കും നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ ഇതിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത് അല്ലെ. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ അല്ലെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സിബ്ലിങ്സിന്റെ എണ്ണം കുടുംബങ്ങളിൽ കുറവാണ് അല്ലെ. ഒരു കുടുംബത്തിൽ 1, 2, 3 മക്കളൊക്കെ തന്നെ ഉള്ളൂ. പണ്ടത്തെ കാലഘട്ടത്തിൽ 10, 12 മക്കളുള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലും എല്ലാവരും തന്നെ പണ്ടത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കൃഷിക്കാരായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വീക്കെൻഡിലെങ്കിലും വന്ന് ഒരുമിച്ച് ചേർന്ന് സംസാരിച്ചിരിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 2, 3 മക്കളേ ഉള്ളൂ. ആ 3 മക്കളാണെങ്കിൽ തന്നെ പല ഭാഗങ്ങളിലും ആയിരിക്കും. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ ഒന്ന് കണ്ടാൽ കണ്ടു, അതിൽ 2 വർഷത്തിൽ കണ്ടാൽ കണ്ടു എന്നൊരു അവസ്ഥയിലേക്കൂടെ ആയിരിക്കും ഈ സഹോദരങ്ങളെല്ലാം തന്നെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളുടെ ഒരു പണ്ടത്തെ വെച്ചിട്ട് നോക്കുമ്പോൾ സഹോദരങ്ങളുടെ ഇടയിലുള്ള സ്നേഹവും ആത്മാർത്ഥതയും അതില്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആ ഒരു ഫെവിക്ക് പോലെ ഒട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയും കുറവാണ് ഈ കാലഘട്ടത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലാണ്, അതേപോലെ തന്നെ ആ പല രാജ്യങ്ങളിലും പല ടൈം സോണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വിളിച്ചു, അതേപോലെ നാട്ടിൽ വന്നാലല്ലേ കാണാനും പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങൾ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ നല്ലൊരു ആഹ്ലാദം അല്ലെങ്കിൽ ആനന്ദമാണ് കുടുംബത്തിൽ ഉണ്ടാവുന്നത് അല്ലെ. അതേന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇളയ ആളാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ ഇളയ ആളാണെന്ന് പറഞ്ഞിട്ട് ഈ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇളയ ആൾക്കാർക്ക് കുറച്ച് വാത്സല്യം അല്ലെങ്കിൽ പല പരിഗണനകൾ കിട്ടിയിട്ടുണ്ടെന്ന്. എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അങ്ങനെ ആവണം എന്ന് ഇല്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പരിഗണന കിട്ടി അല്ലെങ്കിൽ വാത്സല്യം കിട്ടിയെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എല്ലാം ഈക്വൽ ആയിട്ടുള്ള ലെവലിലൊക്കെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അപ്പം എന്താ പറയാ സഹോദരങ്ങളെ കുറിച്ചല്ലേ. അപ്പം സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ആനന്ദമാണ് അല്ലെ. പക്ഷെ അവർ ഒത്തുചേർന്ന് നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു തലവേദനയുമാണ് അല്ലെ. കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിലും പല സഹോദരങ്ങൾ തമ്മിൽ അടിയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർ തമ്മിലുള്ള വഴക്ക് മൈറ്റ് ബി പൈസേനെ ചൊല്ലിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പണ്ടത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ വസ്തുവൊക്കെ ഇങ്ങനെ ഷെയറിംഗ് വരുമല്ലോ. ഇപ്പം കാരണവന്മാരുടെ വസ്തുക്കൾ ഷെയറിംഗ് വരുമ്പോൾ അത് ആ ഒരു ഷെയറിംഗിന്റെ ബേസിൽ അടി ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളിൽ അടിയുണ്ടാവും. അല്ലെങ്കിൽ കാരണവന്മാരുടെ ഇങ്ങനെ സ്നേഹം മൂത്ത ആൾക്ക് കുറച്ച് സ്നേഹം കൂടുതൽ കൊടുക്കുന്നു, രണ്ടാമത്തെ ആൾക്ക് സ്നേഹം കുറവ് കൊടുക്കുന്നു. അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ അടിയുണ്ടാകും. പിന്നെ വേറൊരു അടിസ്ഥാനമാണ് മൂത്ത ആൾക്ക് ചിലപ്പം നല്ലൊരു ജോലിയായിരിക്കും, രണ്ടാമത്തെ ആൾക്ക് ജോലി വെറും എന്താ പറയാ അത്ര നല്ല ജോലിയല്ലായിരിക്കും. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ കാരണവന്മാർ ഒരു വേർതിരിവ് കാണിക്കും. ആ വേർതിരിവിന്റെ ഒരു ബേസിൽ ആ മക്കൾ തമ്മിൽ അടിയുണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും സഹോദരങ്ങൾ തമ്മിൽ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളിലെ എല്ലാ മക്കളും ഈ കൃഷിക്കാരും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഈ സഹോദരങ്ങളെല്ലാം കൂടി ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയൊക്കെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ കുറവായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്. 3 മക്കൾ അല്ലെങ്കിൽ 4 മക്കളാണെങ്കിൽ 4 മക്കളും പല രാജ്യങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ വൺസ് ഇൻ ഇയർ അല്ലെങ്കിൽ എന്താ പറയുക വർഷത്തിൽ ഒന്ന് വന്നാൽ വന്നു, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒന്ന് വന്നു, അപ്പോഴേ കാണുള്ളൂ. പിന്നെ ഈ പല രാജ്യങ്ങളാണ്. ഇപ്പൊ 4 മക്കളെങ്കിൽ അല്ലെ 5 മക്കളെങ്കിൽ പല ആൾക്കാരും പല രാജ്യങ്ങളിലാണ്, അവിടെ പല ടൈം സോണുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കോണ്ടാക്റ്റുകളും കുറവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദര ബന്ധം എന്ന് പറയുന്നത് തന്നെ പണ്ടത്തെ ആൾക്കാരുടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ കുറവാണ് എന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, അങ്ങനെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഈ മൂത്ത മക്കൾ അല്ലെങ്കിൽ ഇളയ മക്കൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മൂത്ത ആളുടെ കല്യാണം ആദ്യമേ കഴിയുന്നു, രണ്ടാമത്തെ ആളുടെ കല്യാണം രണ്ടാമത്തെ കഴിയുന്നു. അങ്ങനെ ഒരു ബേസില്ല. ആർക്കാണോ കല്യാണം കഴിക്കാൻ തോന്നുന്നത് അവർ ആദ്യമേ കല്യാണം കഴിക്കും. അങ്ങനെയാണ് അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ ആളാണ് ആദ്യമേ കല്യാണം കഴിച്ച് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ആ ഒരാളുടെ ഭാവവും മട്ടും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു, ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ വീടൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കെട്ടിയോൻ്റെ വീട് മതി. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, കെട്ടിയോൻ എന്ന് പറയുന്നത് ഇന്ന് വന്നു, പക്ഷെ എന്ന് പറഞ്ഞ് കെട്ടിയോൻ എന്ന് പറഞ്ഞ് ഇന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് അയാളോട് സ്നേഹം കുറവാണെന്നല്ല ഞാൻ പറയുന്നത്. ജീവിതകാലം മൊത്തം നമ്മൾ ആ കെട്ടിയോടെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അത്രയും നാൾ നമ്മൾ ജീവിച്ചത് എവിടെയാണ്? നമ്മുടെ സ്വന്തം വീട്ടിലാണ്, നമ്മുടെ സ്വന്തം സഹോദരങ്ങളുടെ ഇടയിലാണ്, അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും കൂടിയാണ് നമ്മൾ ജീവിച്ചത്. കല്യാണം കഴിയുമ്പോഴത്തേക്കും ആ ഒറ്റ സെക്കൻഡിൽ നമുക്ക് മറന്നു പോകുന്ന ഒരു ബന്ധമാണോ നമ്മുടെ മക്കൾ, അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടുള്ള
കെട്ടിയോനായിട്ടുള്ള ബന്ധം ഒറ്റയടിക്ക് മറന്നു പോകുന്ന ഒരു ബന്ധമാണോ? ഒരിക്കലും അല്ല അല്ലെ. കെട്ടിയോൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കെട്ടിയോന്റെ കൂടെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് അപ്പനും അമ്മയും അതേപോലെ സഹോദരങ്ങളും അല്ലെ. ഒറ്റയടിക്ക് മറക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഈ സ്വന്തം ചോരയുടെ ബന്ധം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതിനെ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു ഉടനടി അവർക്ക് പിന്നെ അവരുടെ ഒന്നുമല്ല, എനിക്ക് എന്റെ കെട്ടിയോനാണ്. കെട്ടിയോൻ ഇപ്പൊ കുറച്ച് സ്നേഹമുള്ള കെട്ടിയോനാണെങ്കിൽ ആ സ്നേഹത്തിന്റെ മുന്നിൽ അങ്ങ് വീടും. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പെൺമക്കളുടെ വീട്ടിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺമക്കളുടെ വീട്ടിൽ കാരണവന്മാര് പെൺമക്കളാണല്ലോ, പുറത്ത് വിടത്തില്ല, സിനിമ കാണിക്കാൻ ഒറ്റയ്ക്ക് വിടത്തില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ വിടത്തില്ല, പിന്നെ രാത്രിയിൽ ഒരു ഡ്രൈവിന് പോകാൻ ആരുടെയും കൂടെ വിടത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അവർ കല്യാണം കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എവിടെയെങ്കിലും ടൂർ പോകാനാണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കാരണവന്മാർ വിടത്തില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവർ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ഈ കല്യാണം മീൻസ് ചെറുക്കൻ ഇവരിങ്ങനെ പല സ്ഥലങ്ങളിൽ നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോകുന്നുണ്ട്, ഷോപ്പിംഗ് കൊണ്ടുപോകുന്നുണ്ട്, ടൂർ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഇവരുടെ ഒരു തലയിലുള്ള ബ്രെയിൻ പ്രവർത്തിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, എന്റെ കെട്ടിയോൻ ഇതെല്ലാം എനിക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ ഇത്രയും നാളും ജനിച്ച് വളർന്ന വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും ഇതൊന്നും ചെയ്തു തന്നിട്ടില്ല. സോ ഇനിയിപ്പോൾ ഞാൻ അവരെയൊക്കെ ബോധിപ്പിച്ചുകൊണ്ടെങ്കിൽ എന്തിനാ നടക്കണേ, എൻ്റെ കെട്ടിയോൻ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ എന്നൊരു കോൺസെപ്റ്റ് ചില മനുഷ്യരുടെ ബ്രെയിനിൽ പ്രവർത്തിക്കും. പക്ഷെ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പം കാരണവന്മാരുടെ ചിന്താഗതിയിൽ അതായിരിക്കും അവരുടെ ശരിയെന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, പക്ഷെ അവരുടെ രീതിയിൽ അത് അവർക്ക് ശരിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, കെട്ടിയോനാണ് എല്ലാം, എനിക്ക് എൻ്റെ എൻ്റെ എന്താ പറയുക സഹോദരങ്ങളും വേണ്ട, എൻ്റെ അപ്പനും അമ്മയും വേണ്ട എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ കണ്ടിട്ടുള്ളതാണ് ഈ കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ അവർ വേറെ താമസിച്ചു പോയി. ഇപ്പൊ രണ്ടാമത്തെ ആൾക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക കോളേജ് അഡ്മിഷൻ വന്നു. കോളേജ് അഡ്മിഷൻ വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് അന്വേഷിക്കുമോ, അതല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അവര് എനിവേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നല്ലോ, എനിക്കിപ്പോൾ വേറെ വീടുണ്ടല്ലോ, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. ഒരിക്കലും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഈ അനിയത്തിമാർ അല്ലെങ്കിൽ അനിയന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ. നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളങ്ങ് വലിയ സംഭവമാണ്. അപ്പൊ അത്ര നാളെ നിങ്ങളുടെ കൂടെ നിന്ന് അനിയനെയോ ആണെങ്കിലും അനിയത്തിയാണെങ്കിൽ നിങ്ങളങ്ങ് മറന്നു. അപ്പൊ അവരുടെ ഒരു ആവശ്യത്തിന് നിങ്ങളില്ല അല്ലെ, നിങ്ങളങ്ങ് കൈയടിച്ച് അങ്ങ് മാന്യമായിട്ട് അങ്ങ് നിൽക്കും. അതെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ കെട്ടിയോന്റെ കൂടെ ഒരുപാട് നാൾ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള വ്യക്തികളുമാണ് നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും അപ്പനും ആണെങ്കിലും അമ്മയാണെങ്കിലും. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് അതൊരു വെർത്തിറ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അല്ലേ, ആണ്. അപ്പം നിങ്ങൾ ഈ പല കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളതാ, മൂത്തവരങ്ങ് കല്യാണം കഴിയും, അല്ലെങ്കിൽ ഇപ്പം ഇളയവളാണ് ആദ്യമേ കല്യാണം കഴിഞ്ഞ് പോകുന്നതെങ്കിൽ അവളുടെ ചിന്താഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ ചിന്താഗതി എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ വേണ്ട. കണ്ടില്ലേ, അവൾ ഇപ്പൊ എങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഇപ്പൊ അങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ അത്രയും നാളും അവനാണെങ്കിലും അവളാണെങ്കിൽ അങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കല്യാണം കഴിയുമ്പോഴത്തേക്കും അവരുടെ ഒരു കോൺസെപ്റ്റ് വന്നാൽ, കണ്ടില്ലേ അവൻ ഇങ്ങനെ സംസാരിക്കുന്നു, അപ്പൊ ഇത്രയും നാളും അവൻ ഇങ്ങനെ തന്നെയാണല്ലോ സംസാരിച്ച് എന്ന് ചിന്തിക്കത്തില്ല. അവൻ ഇന്ന് സംസാരിക്കുന്നതിലാണ് പ്രശ്നം. ഇന്നലെ അവൻ ഇതുപോലെ തന്നെ സംസാരിച്ചതിൽ യാതൊരു പ്രശ്നവും ഇല്ല, ഇന്ന് അവൻ സംസാരിക്കുന്നതിലാണ് പ്രശ്നം. അപ്പൊ അതെന്ന് പറയുന്നത് മൈറ്റ് ബി, എനിക്കറിയാൻ പാടില്ല. അപ്പം എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അതെന്ന് പറയുന്നത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പം ഞാനാണ് ഇപ്പം മൂത്തത്, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് പോകുന്നത്, എൻ്റെ സഹോദരങ്ങൾ വേറെ വീട്ടിൽ നിൽപ്പുണ്ടായെങ്കിൽ ഒരിക്കലും ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഞാൻ എന്നെ നോക്കി അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോൻ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിക്കത്തില്ല. കാരണം ഞാൻ ഇത്രയും നാളും ഞാൻ ജീവിച്ചതും ഞാൻ വളർന്നതും എൻ്റെ കുടുംബത്തിലാണ് അല്ലേ. അപ്പം ഞാൻ എൻ്റെ കുടുംബം പോലെ എൻ്റെ കുടുംബവും ഞാൻ ചേർത്ത് പിടിച്ച്, എൻ്റെ കെട്ടിയോൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കുടുംബവും കൂടി ഞാൻ ചേർത്ത് പിടിച്ച് പോകും. പക്ഷെ അതല്ലാതെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോകത്തില്ല. സിബ്ലിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഏതൊരു ആപത്ത് കാലഘട്ടത്തിലാണെങ്കിലും ഏതൊരു സന്തോഷ കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നമ്മുടെ സിബ്ലിങ്സ് ആണ് അല്ലെ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കെട്ടിയോനായിട്ട് പിണക്കാന്ന് വെച്ചു, അറ്റ്ലീസ്റ്റ് അപ്പം എനിക്കൊരു വിഷമങ്ങൾ തുറന്ന് പറയാൻ എനിക്ക് നാട്ടുകാരുടെ അടുത്ത് നിന്ന് എൻ്റെ വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റും ഇല്ല. എൻ്റെ സഹോദരങ്ങളുടെ അടുത്താണ് എനിക്ക് ചെന്ന് എൻ്റെ വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നത് അല്ലേ. അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് വന്നിട്ട് മക്കളെ നിന്റെ അപ്പൻ എന്നോട് ഇങ്ങനെ കാണിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ, ഇല്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കെട്ടിയോനെ കുറിച്ച് എനിക്ക് കുറ്റം ചെന്നിട്ട് എൻ്റെ സഹോദരനോട് പറയാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേറെ എന്തൊരു വിഷമങ്ങളാണെങ്കിലും, അല്ലാതെ എൻ്റെ കെട്ടിയോനെ കുറ്റം ചെന്ന് എൻ്റെ സഹോദരനോട് പറയണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്തൊരു വിഷമങ്ങളാണ് എങ്കിലും എന്തൊരു കാര്യങ്ങളാണ് എങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ, നമുക്ക് എന്താ പറയുക വിശ്വാസത്തോട് കൂടിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് നമ്മളെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്ന് പറഞ്ഞാൽ ചില സഹോദരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ തന്നെ എന്താണ് കെട്ടിയോന്റെ കുറ്റം ചെന്നിട്ട് സഹോദരനോട് എന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ മക്കളെ കുറ്റം ചെന്നിട്ട് സഹോദരനോട് എന്ന് പറഞ്ഞു കൊടുക്കും. അത് തെണ്ടിത്തരാണ് കേട്ടോ, ഞാൻ പച്ച വർത്താനത്തിൽ പറയാണ്, അത് തെണ്ടിത്തരാണ്. മീൻസ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ സഹോദരങ്ങളാണ്, ശരിയാണ്, സമ്മതിച്ചു. പക്ഷെ സ്വന്തം കെട്ടിയോന്റെയും മക്കളുടെയും കുറ്റം ചെന്ന് സഹോദരനോട് എന്ന് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പറയാം എന്താ എനിക്ക് ഭയങ്കര വിഷമാടി, എന്താണെന്ന് അറിയത്തില്ല എന്ന് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. അതല്ലാതെ കുറ്റമായിട്ട് ഒരിക്കലും നിന്നിട്ട് സ്വന്തം കെട്ടിയോന്റെ ആണെങ്കിലും സ്വന്തം മക്കളുടെ ആണെങ്കിലും കുറ്റം ചെന്നിട്ട് സഹോദരങ്ങളോട് എന്ന് വിളമ്പി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ചെയ്യാനും വേണ്ടി പോകുന്നത്. മനസ്സിലായോ?
അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും നമുക്ക് ഏതൊരു ആവശ്യത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു അസറ്റാണ് നമുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ആ അസറ്റിനെ നമ്മൾ വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ആരും പോകരുത്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും ഇപ്പം പല രാജ്യങ്ങളിലാണ് ഞാനും നിൽക്കുന്നത് അല്ലേ. പക്ഷേ നമ്മളാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ കൂടി യോജിച്ച് നല്ല നിലയ്ക്ക് പോകുകയാണെങ്കിൽ അതിൽ പരമൊരു സന്തോഷം വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. എന്തെന്ന്, ഇപ്പം സഹോദരങ്ങൾ ഇപ്പം എവിടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇളയ മോളാണ് അല്ലെങ്കിൽ രണ്ടാമത്തവൻ ഇപ്പം എവിടെയെങ്കിലും പഠിക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലിരിക്കുന്ന സഹോദരങ്ങളെ മറന്നു പോകാനോ അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യങ്ങളുണ്ട് എങ്കിൽ അവരുടെ കൂടെ നിന്ന് സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും കൂടെ നിന്ന് അവരുടെ കൂടെ സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും കൂടെ ഇരുന്ന് കരയാനും സന്തോഷത്തിൽ അവരെക്കാളും അധികമായി സന്തോഷിച്ച് ഉത്സാഹത്തോട് കുറിച്ച് അത് ആഘോഷിക്കാനുള്ള മനസ്സ് സഹോദരങ്ങൾക്ക് വേണം. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യാതിരിക്കാൻ മാർക്ക്. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം എനിക്കൊരു അനിയനുണ്ട് എങ്കിൽ എനിക്ക് അവൻ എന്ത് ചെയ്യണമെന്നത് എനിക്ക് വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം അവൻ എന്താ ചെയ്യേണ്ടത്. കാരണം ഇപ്പം എന്താ, ഞാൻ പഠിക്കാൻ പോകുന്നത് വരെ ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അവൻ എന്താണ് ഇഷ്ടം, അവൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം പിന്നെ എനിക്ക് ഒരിക്കലും അവൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് അറിഞ്ഞ് പെരുമാറാനുള്ളൊരു മനസ്സ് എനിക്ക് വേണം, ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞാൽ പോലും എന്താ പറയുക, ചിലപ്പോൾ എനിക്ക് ബിസി ലൈഫായിരിക്കും ഉണ്ടാവുന്നത്. കല്യാണം കഴിഞ്ഞു, കൊച്ചുങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും എൻ്റെ അനിയനായിരുന്നു അവൻ അല്ലെ. അവൻ്റെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള മൂമെൻറ്റിലും അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കരയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇരുന്ന് കരയാനും അവൻ്റെ സന്തോഷത്തിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷിക്കാനും അവൻ്റെ കൂടെ ഇരുന്ന് എന്താ പറയുക എൻജോയ് ചെയ്യാനുള്ള മനസ്സ് എനിക്ക് വേണം. മനസ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതും വേറൊരു കാര്യം. മനസ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എനിക്കതിന് യാതൊരു ആരുടെയും പെർമിഷനൊന്നും എനിക്ക് ആവശ്യമില്ല. ഇപ്പം എന്താ പറയുക, എനിക്കാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ പോലും ഇപ്പം നേരത്തെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം കെട്ടിയോന്മാരുടെ പെർമിഷൻ വേണം എനിക്കിപ്പോൾ വീട്ടിൽ പോകാൻ. അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെങ്കിൽ കെട്ടിയോന്മാരുടെ പെർമിഷൻ വേണം. അങ്ങനെയൊക്കെ സ്കീം പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്കീമിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും രണ്ടുപേരും വർക്കിംഗ് ആണ് അല്ലേ, രണ്ടുപേരും ഏർണിങ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ കെട്ടിയോൻ്റെ പെർമിഷൻ വാങ്ങിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോന് ഇപ്പം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ കെട്ടിയോന് എൻ്റെ പെർമിഷൻ വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. അത് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്നതാണ് ഉള്ളൂ അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയും സ്വാഭാവികമായിട്ട് പറയും, ഞാൻ അവനത് ഷർട്ട് മേടിച്ചു കൊടുത്തു കേട്ടോ എന്ന് പറയും. അതിനകത്ത് എന്താ പറയുക, അതല്ലാതെ നമ്മളൊരിക്കലും ആരുടെയും ഡിപ്പെൻഡ് ആയിട്ട് നമുക്ക് ജീവിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞു, എനിക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എൻ്റെ അനിയൻ തന്നെയാണ്. വേറെ ആർക്കും അറിയത്തില്ല. ഇപ്പം എന്നെ കിട്ടുമെന്ന് അറിയത്തില്ല. ഞാനും എൻ്റെ അനിയനും എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം പോയത്, ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് അടിച്ചു പൊളിച്ച് ജീവിച്ചത്, എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കളിച്ചത്, ഞങ്ങളുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങളുടെ ദുഃഖങ്ങൾ എന്താണെന്ന് എന്നെ കിട്ടുമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത്രമാത്രം അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളണമെന്നില്ല. അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല, ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാനാണ് അറിഞ്ഞത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഞാൻ അതിനനുസരിച്ച് അവന് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, അതല്ല നാളെ ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അയ്യോ നാളെ ഓർത്തിട്ട് അയ്യോ ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. പിന്നെ അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നില്ല. ഇപ്പം എൻ്റെ അനിയൻ്റെ കാലൊടിഞ്ഞ് കിടക്കുകയാണ്. അവന് ഞാൻ ഇന്ന് എന്നിട്ട് അവനെ സഹായിച്ചിട്ടേ കാര്യമുള്ളൂ. അവന് കാല് വൃത്തിയായി, കാല് പ്ലാസ്റ്ററൊക്കെ വെട്ടി അവൻ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അവൻ്റെ അടുത്ത് നിന്നിട്ട് കിന്നാരം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, അല്ലെങ്കിൽ അവന് ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവൻ കാലൊടിഞ്ഞ് കിടക്കുമ്പോഴാണ് അവന് എന്നെയും കൊണ്ടുള്ള ആവശ്യം വേണ്ടത് അല്ലേ, ഞങ്ങൾക്ക് അവനൊരു കപ്പ് ചായ വേണ്ടത് അല്ലേ. അപ്പം അത് തന്നെ. അപ്പം എന്താണ്, നമ്മളെപ്പോഴും സഹോദരങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഓരോ സ്റ്റേജിനനുസരിച്ച് നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറും. പക്ഷേ മാറുമ്പോഴും വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത്. വന്ന വഴി മറന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് ആപത്തിന് കാരണമാകുന്നത്. വന്ന വഴി ഒരിക്കലും ഒരു മനുഷ്യനാണെങ്കിൽ പോലും മറന്നു പോകാൻ ഇടവരരുത്. ഓക്കെ, ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും വന്ന വഴി മറക്കാൻ ഇടവരരുത്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർ ഇപ്പം സഹോദരങ്ങൾ ഭയങ്കര അടിയാണ്, പ്രശ്നങ്ങളാണ് എങ്കിൽ മീൻസ് അടിക്കും പ്രശ്നത്തിനും ഒക്കെ കാരണങ്ങളില്ലേ, ആ സൊല്യൂഷൻ അതിന് നമുക്ക് കണ്ടെത്തണമെങ്കിൽ കണ്ടെത്താം അല്ലേ. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ സൊല്യൂഷൻ കണ്ടെത്താനുള്ള പ്രശ്നങ്ങൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂത്തവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ മൂത്തതാണ്, അവൾ ഇളയതല്ലേ, അല്ലെങ്കിൽ അവൻ ഇളയതല്ലേ, അവൻ എൻ്റെ അടുത്ത് വന്നാൽ എന്താ പ്രശ്നം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഈഗോ എന്ന് പറഞ്ഞ സാധനം എടുത്ത് കളയുക. ഓക്കെ, ഇവിടെ മൂത്തതെന്നില്ല ഇളയതെന്നില്ല, രണ്ടും ഈക്വൽ തന്നെയാണ്. ഓക്കെ, രണ്ടും ഈക്വൽ തന്നെയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈഗോ എടുത്ത് കളയുക. വൈ നോട്ട്, എന്തുകൂടെ ചിന്തിച്ചുകൂടാ, ഞാനല്ലേ മൂത്തത്, ഞാനല്ലേ കുറച്ച് കൂടുതൽ ഓണം നിന്നത്, അവൻ ചെറുതല്ലേ, കുഞ്ഞതല്ലേ, അവന് ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ, പക്വതയായിട്ടില്ലല്ലോ, സാരില്ല ഞാൻ കുറച്ച് ഓണം കൂടുതലല്ലേ, ഞാൻ കുറച്ചങ്ങ് താന്നേക്കാം എന്ന് ചിന്തിച്ചുകൂടാ. എന്തുകൂടെ ചിന്തിച്ചുകൂടാ, ചിന്തിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞ ഈഗോ എന്ന് പറഞ്ഞ സാധനമാണ് ആ ഒരു സംഗതി അതിനെ അങ്ങ് എന്താ പറയുക, അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഈഗോ അങ്ങ് എടുത്ത് കളയുക. എന്നിട്ട് ഇപ്പോഴും എന്ത് ചെയ്യണം,
എപ്പോഴും നമ്മൾ വന്ന വഴി മറക്കാതെ നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ ഒരു അസറ്റിനെ നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര അധികം ഹാപ്പിനെസ് ആയിരിക്കും. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അത്ര വലിയ സംഭവമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, പല ആൾക്കാരും ഇപ്പം പഠിക്കാൻ പോയി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു വേറെ പോയി, അപ്പോഴത്തേക്കും അവരുടെ സഹോദരങ്ങൾ ആയിട്ട് അവർ സ്പെൻഡ് ചെയ്ത അത്രയും നാളത്തെ ടൈമും കാര്യങ്ങളും ഒക്കെ അവരങ്ങ് മറക്കും. അവർ കംപ്ലീറ്റ്ലി അവരുടെ ലോകത്തിൽ അങ്ങ് പോകും. എന്നിട്ട് പിന്നെ എന്താണ് അവർക്ക് അന്ന് അവർ കല്യാണം കഴിക്കുക, അതുപോലെ അവർ പഠിക്കാൻ പോയപ്പം ഈ സഹോദരങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നു എന്നത് കംപ്ലീറ്റ്ലി മറക്കും. അപ്പോഴത്തേക്ക് അവർ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? അവർ അത്രയും നാൾ മറന്നിട്ട് അവർ പറയായിരിക്കും എന്തെന്ന്, അവൾ എന്നാലും അന്ന് എനിക്ക് അത് ചെയ്തു തന്നില്ല. അപ്പൊ അത്രയും നാളും വേറെ 10 കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഒരു കാര്യം ചെയ്തു കൊടുത്തില്ല, അത് പിടിച്ചുകൊണ്ട് അങ്ങ് വരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ ഷെയറിങ് വരുമല്ലോ കുടുംബത്തിൽ, അപ്പോഴത്തേക്കും മൂത്തവന് കുറെ കൊടുത്തു, ഇളയവളക്ക് കുറച്ചു, മറ്റവനും കുറച്ചും കൂടെ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞ് തർക്കം വരും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് നമ്മൾ പൈസയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പണിക്കണം. നമ്മൾ ഈ കാരണവന്മാർ എന്തെങ്കിലും തരികയാണെങ്കിൽ അവരുടെ സന്തോഷത്തിന് തരുന്നതാണ്. അവർ അത് എത്രയാണെങ്കിൽ പോലും, ഒന്നും തന്നില്ലെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി ഇരിക്കുക. അതല്ലാതെ അയ്യോ എനിക്ക് കുറവാണല്ലോ കിട്ടിയത്, അയ്യോ എനിക്ക് കൂടുതലാണല്ലോ കിട്ടിയത്, അയ്യോ എനിക്ക് കുറച്ച് കുറവാണല്ലോ, മറ്റവനേക്കാൾ കുറച്ച് കുറവാണല്ലോ കിട്ടിയത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകരുത്. എത്ര മറ്റവന് കൊടുത്തു എന്നോ അല്ലെങ്കിൽ മറ്റവർക്ക് എത്ര കൊടുത്തു എന്നോ നിങ്ങൾ വെറി ചെയ്യാൻ വേണ്ടി പോവുകയോ ചെയ്യണ്ട. മീൻസ് ഞാനാണെങ്കിൽ പോലും വെറി ചെയ്യാൻ പോവുകയോ ചെയ്യണ്ട. എന്താണോ കാരണവന്മാർക്ക് തോന്നുന്നത് അത് നമ്മൾക്ക് തന്നു, നമ്മൾ മേടിച്ചു ഇരുന്നു. അതല്ലാതെ കുറവ് കൂടുതൽ മറ്റത് മറിച്ചത്. നമുക്ക് ആരോഗ്യം ഉണ്ടല്ലേ, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം, പണിയെടുക്കാം, പൈസ ഉണ്ടാക്കാൻ നമുക്ക് ഈ പറയുന്ന വസ്തുക്കളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണെങ്കിലും നമുക്ക് നേടാൻ പറ്റും. സ്വന്തം അധ്വാനത്തിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടുക. അതല്ലാതെ കാരണവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനം കൂടുതലാണോ കുറവാണോ എന്ന് അതിന് എന്താ പറയുക, അത് എണ്ണി തൂക്കി പറക്കി എടുക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പൊ അവർ 5 രൂപ തന്നുള്ളൂ, ഒന്നും തന്നില്ല, പൂജ്യമാണ് തന്നെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, ആ ആരോഗ്യത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക. അതല്ലെങ്കിൽ കാരണവന്മാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും, അതങ്ങ് മേടിച്ച് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരിരിക്കും. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. പിന്നെ എന്തിനാ ദൈവം നമുക്ക് ആരോഗ്യം തന്നേക്കണേ അല്ലേ? അപ്പം ഈ പറയുന്ന ഇങ്ങനെ എന്താ പറയാ, അവർക്ക് കൂടുതലാണോ കുറവാണോ കൊടുത്തത്, ഇതിന്റെ പേരിൽ പല സഹോദരങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കും. എന്തിനാ ഇതിന്റെ ആവശ്യങ്ങൾ? എന്താ ആവശ്യമുള്ളത്? ഒരാവശ്യവുമില്ല അല്ലെ? അത് കാരണവന്മാർ അധ്വാനിച്ച് അവരുടെ സന്തോഷത്തിന് തന്നു. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ, എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായില്ല, നീ എന്ത് ഈ പറയുന്നത് നിങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കമന്റ് ഒക്കെ ഇട്ടോ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് കേട്ടോ, മറന്നുപോയി. ഈ സഹോദരങ്ങൾ തമ്മിലും ഈ അപ്പനെയും അമ്മേനെയും നോക്കുന്ന കാര്യത്തിൽ അടി ഉണ്ടാക്കും. ചില ആൾക്കാർ പറയും, മൂത്തവർ പറയും ഇവന്റെ കടമയാണ് അപ്പനെയും അമ്മേനെ നോക്കുക. ഞാൻ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, നിങ്ങൾ 2 മക്കളാണെങ്കിൽ 2 മക്കള്, 4 മക്കളെങ്കിൽ 4 മക്കള്, 4 മക്കളെയും ഈ കാരണവന്മാർ 4 മക്കളെയും ഒരേപോലെ അല്ലേ നോക്കിയത് അല്ലെ? 4 മക്കൾക്കും ഭക്ഷണം തന്നു അല്ലെ, പ്ലേറ്റിൽ ഭക്ഷണം തന്നു, 4 മക്കളെയും പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു, 4 മക്കൾക്കും ജോലി കിട്ടി അല്ലെ? അപ്പം അതല്ലാതെ ഈ ഇളയ മക്കളുടെ കടമയാണ് അല്ലെങ്കിൽ മൂത്ത മക്കളുടെ കടമയാണ് ഈ കാരണവന്മാരെ നോക്കണേ എന്നത് അത് പഴയ സ്കീം ആണ്. ഒന്നാമത്തെ കാര്യം അതങ്ങ് നമ്മളെല്ലാവരും അങ്ങ് ഫോളോ ചെയ്ത് പോകുന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ 4 മക്കളെ ഉണ്ടെങ്കിൽ 4 മക്കളെയും കാരണവന്മാർ ഒരേപോലെയല്ലേ നോക്കണത്? അല്ലെങ്കിൽ നോക്കിയിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇളയ ആൾക്കാർ അല്ലെങ്കിൽ മൂത്ത ആൾക്കാരാണ് കാരണവന്മാരെ നോക്കണേന്ന് പറയുന്നത്? അതേപോലെ തന്നെ ചില കുടുംബത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് വിടുന്നത് കൊണ്ട് കല്യാണം കഴിച്ച് വിടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ വിടുന്നത് കാരണം ആണുങ്ങളുടെ കടമയാണ് കാരണവന്മാരെ നോക്കുന്നത്. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരേപോലെ അല്ലേ അപ്പനും അമ്മയും ചോറും ഭക്ഷണമൊക്കെ തന്നത്? പിന്നെ എന്തുകൊണ്ട് ഈ പെണ്ണുങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രം കാരണവന്മാരെ നോക്കുക എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വെക്കുന്നത്? അത് നമ്മൾ മാറ്റി പിടിക്കണ്ടേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഫുൾ പ്രഷർ കൊടുക്കുകയാണ്. അപ്പൊ പോകുന്നത് എന്തെന്നാ, പെണ്ണുങ്ങള് ആണുങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ആണുങ്ങളുടെ അപ്പനെയും അമ്മേനെ നോക്കുന്നില്ലേ എന്നത്. അതേപോലെ തന്നെ അപ്പൊ പറയാണ്, ഈ ആണുങ്ങൾ കല്യാണം കഴിച്ച് വരുന്ന പെണ്ണുങ്ങളുടെ വീട്ടില് അപ്പം പെണ്ണുങ്ങളുടെ അപ്പനെയും അമ്മേനെയും ആര് നോക്കണം? അവരുടെ വീട്ടിൽ ആണുങ്ങൾ ഇല്ല എങ്കിൽ ആ അപ്പനെയും അമ്മേനെയും ആര് നോക്കണം? അവരെ ആരെങ്കിലും നോക്കണ്ടേ? അതാ പറഞ്ഞത്. എന്താ പറയാ, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. ഈ ഇളയ ആൾക്കാരാണ് അപ്പനെയും അമ്മനെയും നോക്കണത്, മൂത്തവരാണ് അപ്പനെയും അമ്മേനെയും നോക്കുന്നത്. 3 പേർക്ക് അല്ലെങ്കിൽ 4 പേരാണെങ്കിൽ 4 പേർക്കും എന്താ പറയണത്, ഒരേപോലെ തന്നെ ഭക്ഷണം തന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ അതിനകത്ത് ഇങ്ങനെ എന്താ പറയാ, അപ്പനെയും അമ്മേനെ നോക്കുന്ന കാര്യത്തില് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ അളന്ന് തൂക്കി മുറിച്ച് പറിച്ച് ഒക്കെ കിടക്കണം വല്ല കാര്യമുണ്ടോ? സൗകര്യം ഉണ്ടെങ്കിൽ നോക്കുക. അതല്ലാതെ ഒരാളുടെ മാത്രമായിട്ടുള്ള ഒരു കടമയല്ല, ഒരാളെ മാത്രമല്ല ഈ അപ്പനും അമ്മയും വളർത്തിയതും പഠിപ്പിച്ചതും തീറ്റിയതും പറക്കിയതും ഒക്കെ
3 പേരുണ്ടെങ്കിൽ 3 പേര് ഒരേപോലെ തന്നെയാണ് പഠിപ്പിച്ചതും വളർത്തിയതും പറക്കിയതും വെക്കും. ഓക്കെ, അപ്പോൾ ഈ 3 പേരുടെയും കടമ അല്ലെങ്കിൽ 4 പേരുടെയും കടമയാണ് ഈ അപ്പനെയും അമ്മയും നോക്കുക എന്നത്. അല്ലാതെ ഒരാളുടെ കടമ മാത്രമല്ല. അത് ആരാണെങ്കിലും, മൂത്തവനാണെങ്കിലും ഇളയവനാണെങ്കിലും മൂന്നാമത്തവനാണെങ്കിലും നാലാമത്തവനാണെങ്കിലും. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ചും കൂടി ജനറേഷൻ അങ്ങ് സെറ്റായി വന്നു കഴിയുമ്പോഴത്തേന് ഈ കോൺസെപ്റ്റൊക്കെ മാറുമെന്ന് എനിക്ക് തോന്നുന്നു. മൈ ബി ഞാൻ ആരെയും മാറ്റിമറിക്കാൻ വ്യക്തിയല്ല, പക്ഷെ എൻ്റെ കോൺസെപ്റ്റ് മാത്രമാണ് ഞാൻ ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ പെട്ടെന്ന് കാണാതെ. അതുവരെ ബൈ ബൈ.